ഹായ് ഗൈസ്, നമ്മളിന്നൊരു മോര് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ മോര് ഇട്ടിട്ടുണ്ട്. കട്ട തൈരാത്. നമ്മളിപ്പോൾ തൈരിനെ നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇല്ലല്ലോ ജസ്റ്റ് ഒരു ചാറെടുക്കുക, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സെയിം പ്രൊപ്പോർഷനിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സെയിം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാക്കി എടുക്കാൻ നോക്കണേ. നമ്മൾക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സോ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, പിന്നെ ഒരു 2 വറ്റൽ മുളക്. ഇത് നമുക്ക് 2 മിനിറ്റ്, ഒരു 5 to 10 സെക്കൻഡ് മതിയാവും. ഇതിലോട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 2-3 അല്ലി, പിന്നെ ഒരു ചെറിയൊരു 1 ഇഞ്ച് അളവിൽ കുറച്ച് ഇഞ്ചി. ഇതിൻ്റെ പച്ചമണം പോണത് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഞാൻ ചെറിയൊരു സവാള എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6-8 ചെറിയ ഉള്ളി എടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മോര് കറി എല്ലാവർക്കും ഉണ്ടാക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ ബാച്ചിലേഴ്സോ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ കേട് വരാണ്ടിരിക്കും. നമുക്ക് ഏകദേശം ഇതൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മസാല ചേർക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒരു 20 സെക്കൻഡ് ഇളക്കി മതിയാവും. ഫ്ലെയിം ഒന്ന് കുറയ്ക്കണേ. ഇതിപ്പോൾ ലേശം വഴങ്ങുന്നുണ്ട്. നമുക്ക് അരിച്ച് വെച്ച മോരില്ലേ, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് മോര് നമ്മൾ പിരിയാൻ തുടങ്ങും. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊരു 5 to 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മളൊരു 5 to 10 മിനിറ്റ് കൈ ഇടാതെ ഇളക്കി കൊടുക്കണം. എല്ലാവരും മോര് പിരിയാൻ തുടങ്ങും. സോ അതൊന്ന് സൂക്ഷിക്കണേ. മാക്സിമം ഒരു 15 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കിയത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനോ എല്ലാത്തിനും കൊണ്ടുപോകാനും പറ്റും. ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നല്ല സ്മെല്ലും എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഓരോ പേരിൽ അറിയപ്പെടുന്നത്. സോ ഞാനൊരു മോര് കറി വിളിക്കാറ്, കാച്ചിയതെന്നും പറയാറുണ്ട്. സോ എല്ലാവരുടെയും നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ന്യൂ ആയിട്ട് ആളിങ്ങനെ കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഡെയിലി കണ്ടൻറ്റ്സ് നമുക്ക് കാണാനും പറ്റും. സോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് സ്റ്റീമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഓവർ തിളച്ച് ഫുള്ളും പിരിഞ്ഞ് പോകാൻ തുടങ്ങും. സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. സോ നമ്മുടെ മോര് കറി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. സോ ഫോർ മോർ വീഡിയോസ് ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.